ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിലെ ഈ പ്രോബ്ലമാണ് കേട്ടോ. എല്ലാവരും ഇത് എടുത്തതായിരുന്നു, പക്ഷെ ഇത് ഞാൻ വരച്ച് തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊന്ന് വരച്ച് തരുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരും മെസ്സേജ് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇത് വരയ്ക്കാന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ നോക്കുക. ഫസ്റ്റ് ഇത് എന്താണ്? ഓൾ ദ ലൈൻസ് ഇൻ ദ പിക്ചേഴ്സ് ബിലോ ആർ ഓഫ് 3 centimeters ലെങ്ത്. ഡ്രോ ആൻഡ് കളർ ദം. എന്താണ് ഇതൊക്കെ 3 centimeter ലെങ്ത്തിലാണ് ഈ ലൈൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ 3 centimeter എടുത്തിട്ട് എല്ലാ ലൈൻസും 3 centimeter എടുത്ത് വരച്ചിട്ട് എന്താണ് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് എടുക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചിത്രം നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആദ്യം നമുക്ക് എന്താണ് സ്കെയിൽ എടുക്കുക, എന്നിട്ട് എന്താക്കുക 3 centimeter എന്താക്കുക ഒരു ലൈനിങ് വരയ്ക്കുക. ഓക്കെ, പിന്നെന്താണ് അതുപോലെ 3 centimeter ഇവിടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാനോ വളയാനോ പാടില്ല, സ്കെയിലെടുത്ത് കറക്റ്റ് വരയ്ക്കുക കേട്ടോ. പിന്നെന്താണ് ഇവിടെ ഇങ്ങോട്ടേക്ക് 3 centimeter എടുത്ത് വരയ്ക്കുക. ഓക്കെ, പിന്നെ എടുക്കേണ്ട താഴോട്ടേക്ക് 3 centimeter എടുത്ത് കറക്റ്റായിട്ട് നിങ്ങൾ വരയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കി ഈ ഫസ്റ്റ് ഇത് കിട്ടി. ഓക്കെ, ഇത് കിട്ടി നമുക്ക്. ഇനി അടുത്ത നമ്മൾ വരയ്ക്കുന്ന ഏതാണ്? ഈ രണ്ടാമത്തെ ഇതാണ് കേട്ടോ. ഇതെങ്ങനെ വരയ്ക്കാൻ നോക്കാം നമുക്ക്. ആദ്യം താഴെ ഒരു സ്കെയിലെടുത്ത് 3 centimeter വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെരിച്ച് നിങ്ങൾക്ക് വരയ്ക്കുക. ചെരിച്ച് 3 centimeter എടുത്ത് വരയ്ക്കുക. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 centimeter എന്താക്കുക ചെരിച്ച് ഇങ്ങ് വരയ്ക്കുക. ഓക്കെ, പിന്നെ ഈ 3 centimeter ഇത് ജോയിൻ ചെയ്താൽ മതിയോ? 3 centimeter എന്നായിരിക്കും കേട്ടോ. ഒന്നും കൂടി ഇത് ശരിയാണ്ട് അല്ലേ. അപ്പോൾ നോക്കാം, നമുക്കതൊന്ന് നോക്കാം ഒന്നും കൂടി നമുക്ക് കേട്ടോ. എങ്ങനെയാണ്? ആദ്യം 3 centimeter എടുത്തുകൊണ്ട് വരയ്ക്കുക. ഓക്കെ, ഇനി 3 centimeter ഒന്ന് ചെരിച്ച് ഇങ്ങ് വരയ്ക്കുക. നന്നായിട്ട് ഒന്ന് ചെരിച്ച് വരയ്ക്കുക. ഓക്കെ, ഇനി 3 centimeter ഒന്ന് ഇങ്ങോട്ടേക്കും വരയ്ക്കുക. ഇവിടെ കാണുന്നില്ല അല്ലേ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരയ്ക്കുക. ഓക്കെ, ഇനി എന്താക്കുക ചെരിച്ചിട്ടൊന്ന് ലൈനാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്താണ് ചെരിച്ചിട്ടൊന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കൊന്ന് ചെരിച്ച് വരയ്ക്കുക. 3 centimeter തന്നെ കേട്ടോ അളക്കേണ്ടത്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 centimeter അളന്ന് വരയ്ക്കുക. പിന്നെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക. ഇതാണ് രണ്ടാമത്തത്. ഓക്കെ, രണ്ടാമത്തെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇത് അടിയത്തെ ഇതൊന്ന് നോക്കാം. ഇതും അങ്ങനെ തന്നെ എന്താ ഇങ്ങനെ ആദ്യം 3 centimeter എടുക്കുക. പിന്നെ എന്താണ് ഇങ്ങനെ കുറച്ച് ചെരിവ് കുറച്ച് വരയ്ക്കുക കേട്ടോ. നേരത്തെ അത്ര ചെരിച്ച് വരയ്ക്കേണ്ട. പിന്നെ എന്താക്കുക 3 centimeter തന്നെ ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ എന്താണ് അടുത്ത് ട്രയാങ്കിൾ ആണ് അല്ലേ. ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കുക? ആദ്യം സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുക. പിന്നെ 3 centimeter കേട്ടോ. പിന്നെ മുകളിലേക്ക് 3 centimeter എടുക്കുക. പിന്നെ അത് അവിടേക്ക് ജോയിൻ ചെയ്യുക 3 centimeter കേട്ടോ. അപ്പോൾ അങ്ങനെ വരയ്ക്കുക. ഇനി യെല്ലോ കളറിലുള്ള വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ യെല്ലോ കളറിൽ നമുക്ക് എങ്ങനെ വരയ്ക്കുക? ഇതാ 3 centimeter എടുക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇതാ ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുക. പിന്നെ 3 centimeter ആട്ടോ വരേണ്ടത്. ഇത് 3 centimeter എടുക്കുക. പിന്നെ ഇത് ജോയിൻ ചെയ്യുക. ഓക്കെ, 3 centimeter. അപ്പോൾ ഇതൊന്ന് ചെരിവ് കൂട്ടിയാലും ഇതാക്കിയാലും ഒക്കെ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയും. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ. ഇനി എന്താണ് ഈ ഡ്രോ ദ ഫസ്റ്റ് പിക്ചർ വിച്ച് ലെങ്സ് ആസ് ഷോൺ ആൻഡ് കളർ ഇറ്റ് ആസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ. നമ്മൾ ചിത്രം വരച്ചൊക്കെ കളർ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ എന്താ പറഞ്ഞത്? ഡ്രോ ദ ഫസ്റ്റ് പിക്ചർ. ഈ ചിത്രം വരച്ചിട്ട് എന്താക്കുക കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, സെക്കൻഡ് പിക്ചറിൻ്റെ പോലെ. അപ്പോൾ നമുക്ക് എങ്ങനെ ആദ്യം വരയ്ക്കുക? ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയാം? ആദ്യം നമുക്കൊരു ലൈൻ വരയ്ക്കുക. 5 centimeter ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, 5 centimeter ലൈൻ വരച്ചതിന് ശേഷം എന്താണ് 3 centimeter റെക്റ്റാങ്കിളാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ആദ്യം എന്താണ് 3 centimeter വരയ്ക്കുക. ഇങ്ങോട്ടേക്ക് 5 centimeter എടുക്കുക. പിന്നെ ഇങ്ങോട്ടേക്ക് 3 centimeter. ഓക്കെ ഓക്കെ, ഇങ്ങനെ എടുത്ത് വരയ്ക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞൊരു 2 centimeter ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, 2 centimeter ഇങ്ങോട്ടേക്ക് ഒരു ചെരിച്ചൊന്ന് വരയ്ക്കുക. ജസ്റ്റ് ഒന്ന് ചിത്രത്തിലുള്ള മാതിരി വരയ്ക്കുക. ഇനി എന്താണ് ഇങ്ങോട്ടേക്ക് 5 centimeter എടുത്ത് വരയ്ക്കുക. ഓക്കെ, 5 centimeter. അപ്പോൾ ചെരിച്ച് വരുമ്പോൾ ഇവിടെ ഒരു ഇതുണ്ടാവും അല്ലേ. പിന്നെ അവിടെ നിന്ന് എന്താക്കുക ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ചെരിച്ചിട്ട് എത്ര centimeter വരിക? ഈ ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെയും 2 അല്ലേ. അപ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള ഇതും എന്തായിരിക്കും
2 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതെന്താണ് 2ൽ നിങ്ങൾ എന്താക്കുക ജസ്റ്റ് ചെരിച്ചിട്ട് വരയ്ക്കുക. ജസ്റ്റ് 2ൽ വരയ്ക്കുക. കൂട്ടിമുട്ടണം കേട്ടോ. ദെൻ പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെ 3 ആയിരിക്കും. അപ്പോൾ ഇവിടെയും 3 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ. അപ്പോൾ എന്നിട്ട് എന്താക്കുക ഇതേപോലെ കളർ കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണ് കറക്റ്റ് പൊസിഷനായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ അളവുകളാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നാൽ എനിക്കറിയാം. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2 ആയിരിക്കും. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഇതും 2 ആയിരിക്കും. ഓക്കെ. പിന്നെ ഇത് 3 ആണെങ്കിൽ ഇത് 3 ആണ്, ഇതും 3 ആയിരിക്കും. ഓക്കെ. ഇത് 5 ആണെങ്കിൽ ഇത് 5, ഇതും 5 ആയിരിക്കും. അപ്പോൾ എങ്ങനെ വരയ്ക്കേണ്ടത് മനസ്സിലായല്ലോ. ഓക്കെ. ദെൻ അടുത്ത് നോക്കാം നമുക്ക്. ഡ്രോ ദിസ് പിക്ചർ. ഈ പിക്ചറും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു അളവൊന്നും ഒരു തന്നില്ല അല്ലേ. അപ്പോൾ അളവ് തരാത്തതുകൊണ്ട് ഇതൊരു സ്ക്വയർ ആയിട്ടാണ് അല്ലേ. അപ്പോൾ ഇത് സ്ക്വയർ ആണ് മൊത്തം അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഏത് അളവാണ് എടുക്കുന്നത് അത് മൊത്തം അളവും സെയിം അളവായിരിക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ 5 ആണ് എടുക്കുന്നതെങ്കിൽ ഇതൊക്കെ 5 എടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം എന്താക്കുക ഇത് 5 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. 5 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. ഒരു സ്ക്വയർ വരയ്ക്കുക 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. ഒരു സ്ക്വയർ വരയ്ക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങോട്ടേക്കും ഒരു 5 സെൻറ്റിമീറ്ററേക്ക് വരയ്ക്കുക. ഒന്ന് ചെരിച്ച് വരയ്ക്കുക. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 5 സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ. ചെറിയതിട്ട് സ്കെയിലൊക്കെ വെച്ചിട്ട് ഇത് ഇങ്ങോട്ടേക്ക് ഒരു 5 സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ. പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താക്കുക ഈ ചിത്രം കിട്ടും. എന്നിട്ട് എന്താക്കുക അത് കളർ ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ദെൻ അടുത്ത എന്താണ് അടുത്ത നമുക്ക് ഇതിൽ തന്നെ ലാസ്റ്റത്തെ ഒരു ചിത്രം കൂടി ഇതിൽ. ഇനി ഈ ചിത്രമാണ് അല്ലേ. നമ്മൾ ട്രൈ ഡ്രോയിങ് ദ പിക്ചർ ബിലോ. താഴെയുള്ള ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് വരയ്ക്കുക. നമുക്ക് ആദ്യം സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക അതിലൊരു സ്ക്വയർ വരയ്ക്കുക. സ്കെയിൽ എടുത്തിട്ട് പെൻസിലും സ്കെയിലും എടുത്തിട്ട് എന്താക്കുക നിങ്ങൾ ഒരു സ്ക്വയർ വരയ്ക്കുക. ഓക്കെ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഒരു സർക്കിൾ വരയ്ക്കുക. ഫസ്റ്റത്താണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ. ഒരു സർക്കിൾ വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്ക്വയർ ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ സ്ക്വയർ വരയ്ക്കുക നമുക്കറിയാം അല്ലേ. ആദ്യം ഇങ്ങോട്ടേക്ക് ഒരു വര വരയ്ക്കുക. പിന്നെ ഇത് ടച്ച് ചെയ്തുകൊണ്ടായിരിക്കണം കേട്ടോ. ഈ സർക്കിളിൻ്റെ ഇത് ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കുക. കറക്റ്റായിട്ട് തന്നെ വരയ്ക്കുക കേട്ടോ. ഓക്കെ. ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ മായ്ച്ച് കളയണം കേട്ടോ. അതൊക്കെ മായ്ച്ച് കളയണേ. അപ്പോൾ ഇത് സ്ക്വയർ കിട്ടും നമുക്ക്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുത്തിയിട്ട് കോമ്പസിനോട് ഇവിടെ കുത്തിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിൻ്റെ പകുതി വരച്ചാലും പാടില്ല, ഫുള്ള് വരച്ചാലും പാടില്ല. ലാസ്റ്റ് മായ്ച്ച് കളഞ്ഞാൽ മതി. നോക്കൂ, ഒരു ഇത് വരയ്ക്കുക, സർക്കിൾ വരയ്ക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കോമ്പസിനോട് കുത്തിയിട്ട് ഇവിടെ എന്താണ് ഒരു സർക്കിൾ വരയ്ക്കുക. കണ്ടോ. പിന്നെ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് നിങ്ങൾ എന്താക്കുക ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ. സെയിം അളവിൽ തന്നെ ഇതാക്കണേ. ടീച്ചർ വരച്ച് കുറച്ചൊരു ഇതായിട്ട് ഇതിലായിട്ടാണ്. പിന്നെ നിങ്ങൾ എന്താക്കുക അതേ അളവിലെടുത്തിട്ട് ഇങ്ങനെ ഇത് വരയ്ക്കുക. ടച്ച് ചെയ്യാതെ ഇതാ. ഓക്കെ. ഇങ്ങനെ വരയ്ക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ബാക്കി വരുന്ന ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതാ ഇത് വരുന്ന ഈ ബാക്കി വരുന്ന ഇവിടെ ഇത് മായ്ച്ചാൽ മൊത്തം സർക്കിൾ പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ബാക്കി പുറത്ത് വരുന്ന എന്താണ് സ്ക്വയറില്ലേ, ഈ സ്ക്വയറിൻ്റെ ഈ പുറത്ത് വരുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ മായ്ച്ച് കളയുക. ഓക്കെ. എന്നിട്ട് എന്താക്കുക ഇതേപോലെ കളർ കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ. ഈ പുറത്തുള്ള ഈ ഭാഗങ്ങളൊക്കെ മായ്ച്ച് കളയുക. എന്നിട്ട് നിങ്ങൾ എന്താക്കുക കളർ കൊടുക്കുക. ഒരേ അളവിൽ സർക്കിൾ വരയ്ക്കണം കേട്ടോ. ഫസ്റ്റ് പുറത്തത്തെ സർക്കിള് കുറച്ച് വലിയ സർക്കിൾ വരയ്ക്കുക. പിന്നെ ഉള്ളിൽ നമ്മൾ വരയ്ക്കുന്ന സർക്കിളൊക്കെ എന്താക്കുക ഒരേ അളവിൽ നിന്ന് വരയ്ക്കുക. ഓക്കെ. ദെൻ അടുത്ത ചിത്രം എങ്ങനെ നോക്കാം. നമുക്ക് ഒരു സർക്കിൾ വരച്ചിട്ട് നമുക്ക് ഉള്ളിൽ റെക്റ്റാങ്കിൾ എന്താണ് സ്ക്വയർ വരയ്ക്കുക. അങ്ങനെയും വരയ്ക്കുക. പിന്നെ എന്താണ് ഇതേപോലെ പുറത്തൊരു സ്ക്വയർ ഇങ്ങനെ വരച്ചാലും നമുക്ക് വരയ്ക്കാൻ കഴിയും കേട്ടോ. നോക്കാം നമുക്ക്. അപ്പോൾ ഒരേ അളവിലുള്ളതായിരിക്കണം, സ്ക്വയർ ആയിരിക്കണം ഇത് കേട്ടോ.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു സർക്കിൾ വരയ്ക്കുക ഉള്ളിൽ. പുറത്ത് വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. പിന്നെ എന്താക്കുക, ആ പുറത്തത്തെ സർക്കിൾ മായ്ച്ചു കളഞ്ഞാൽ അങ്ങനെ ഒരു സ്ക്വയർ കിട്ടും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിള് കറക്റ്റ് അളവിൽ തന്നെ വരയ്ക്കുക കേട്ടോ. ഓക്കെ, സർക്കിൾ വരച്ചിട്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്വയർ വരച്ചതിന് ശേഷം ഉള്ളിൽ സർക്കിളും വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക. ഇനി നമുക്ക് ഈ ജോയിൻ ചെയ്യുന്ന ഈ ഭാഗമല്ലേ, ഇവിടുന്ന് ഈ ജോയിൻറ്റിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുക. കണ്ടോ, ഈ സർക്കിളും ഈ സ്ക്വയറും കൂടി ജോയിൻ ചെയ്യുന്ന അവിടേക്ക് നമ്മൾ എന്താക്കുക, നമ്മൾ ജോയിൻ ചെയ്യിക്കുക. കണ്ടോ, ഓക്കെ. ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എന്താക്കുക, കളർ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കിയേ എന്താണെന്നുള്ളത്. ഇതാണ് അല്ലേ. ഇതെങ്ങനെ നമ്മൾ വരയ്ക്കാൻ പറ്റും? ആദ്യം നമ്മൾ എന്താക്കുക, ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചതിന് ശേഷം ആദ്യം നിങ്ങൾ എന്താക്കുക, സർക്കിൾ വരയ്ക്കുക. ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഓരോ പോയിൻ്റായിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. എത്ര ഇതുണ്ട്? ഓക്കെ, സെയിം ലെങ്ത്തിൽ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയും കേട്ടോ. ഇത് ഇങ്ങനെ ഇതായിട്ടാണ് ടീച്ചർക്ക് ഇങ്ങനെ വരയ്ക്കാൻ കഴിയുക. അളവ് സെയിം ആവാത്തത് നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്താണ്, സെയിം അളവിൽ തന്നെ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. അപ്പം ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കും വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, ഇതിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താക്കുക, ഈ പോയിന്റ് കിട്ടുക. അപ്പോൾ ഈ പിന്നെ എന്താക്കുക, ഈ സർക്കിളായിട്ട് എന്താക്കുക, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സർക്കിൾ എന്താക്കുക, മായ്ക്കുക. ഓക്കെ, സർക്കിൾ മായ്ക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം കിട്ടും. ഇനി നമ്മൾ ഉള്ളിൽ ഒരു സർക്കിൾ കൂടി വരയ്ക്കുക. ഇതിൻ്റെ ഉള്ളിലായിട്ട് എന്താക്കുക, ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ ലൈൻ വരച്ചിട്ട് എത്രയാണ്, എത്ര ഇതുണ്ട്, എത്ര സൈഡ് ഉണ്ട്? 1 2 3 4 5 6 സൈഡ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 6 സൈഡായിട്ട് വരയ്ക്കുക. അപ്പോൾ 1 പിന്നെ 2 പിന്നെ 3 നമ്മൾ വരയ്ക്കേണ്ടത് എന്താ, ഇവിടെ കൂർപ്പാണല്ലേ, മുകളിലാണ് ഇത് വരേണ്ടത് അല്ലേ, കൂർപ്പ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്താക്കുക, ഇവിടുന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ ഇവിടെ ഇതാക്കുക 1, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, പിന്നെ താഴോട്ടേക്ക്, പിന്നെ ഇതാക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ സർക്കിളൊക്കെ വരച്ചിട്ട് കറക്റ്റായിട്ട് വരയ്ക്കുക കേട്ടോ. പിന്നെ എന്താക്കുക, ഇത് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അപ്പോൾ സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ വരച്ചു അല്ലേ. ഇനി ഈ സർക്കിൾ എന്താക്കുക, ഡിലീറ്റ് ആക്കി കളയുക. സർക്കിൾ ഡിലീറ്റ് ആക്കി കളയുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി ചെയ്യേണ്ടത് നമ്മൾ എന്താക്കുക, ഇവിടുന്ന് ഈ കൂർപ്പ് മുന്ന് എന്താക്കുക, ഇതിലേക്ക് ഇതാക്കുക. അങ്ങനെയാണ് ഇവിടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ ഇവിടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ ഇവിടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ എവിടേക്കാ, ഇവിടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ ഇവിടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ ഇവിടുന്ന് എങ്ങോട്ടേക്കാണ്, ഇവിടേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ ഇവിടുന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, നിങ്ങൾ കറക്റ്റായി വരയ്ക്കാൻ കിട്ടും. എന്നിട്ട് എന്താക്കും, കളർ ചെയ്യുക കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കുക. ടീച്ചർ സ്കെയിലും പെൻസിലും അല്ല, ഇതിൽ വെച്ചിട്ട് തന്നെ ടീച്ചർ വരച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ വരയ്ക്കേണ്ട രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ആദ്യം അങ്ങനെ ചെയ്തതിന് ശേഷം ഈ എന്താണ് ഈ അടിച്ചിൽ നിന്ന് ഈ അടിച്ചിലേക്ക് ജോയിൻ ചെയ്യിക്കുക. അതുപോലെ ഈ അടിച്ചിലേക്കും ജോയിൻ ചെയ്യിപ്പിക്കുക അല്ലേ. എന്നിട്ട് എല്ലാ അടിച്ചിൽ നിന്നും മറ്റേ അടിച്ചിലേക്ക് ജോയിൻ ചെയ്യിച്ചാൽ നിങ്ങൾക്ക് എന്താക്കും, ഈ ചിത്രം വരയ്ക്കാൻ കഴിയും കേട്ടോ. അതേമാതിരി ഇതും അങ്ങനെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. സർക്കിൾ വരച്ചിട്ട് നിങ്ങൾ വരയ്ക്കുക. അപ്പം
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് വരയ്ക്കാൻ. അപ്പോൾ അതെല്ലാവരും എന്നോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് വരയ്ക്കുക, ഒന്ന് വരച്ച് തരുമോ എന്നുള്ളത്. അപ്പോൾ ടീച്ചർ വരച്ചത് ഇതിൽ ആയിട്ടാണ് എന്താ ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വന്നത്. നിങ്ങൾ സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് നിങ്ങൾ സർക്കിളൊക്കെ വരച്ച് കറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്താക്കാൻ കഴിയും, കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. ഈ സെൻറ്റർ മാറരുത് കേട്ടോ. നമ്മളിവിടെ സർക്കിൾ വരയ്ക്കുന്നില്ലേ, ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ നമ്മളെന്താ ഈ സെൻറ്ററിൽ തന്നെയാണ് ഈ സർക്കിളും വരയ്ക്കേണ്ടത്, പുറമുള്ള സർക്കിളും വരയ്ക്കേണ്ടത്. ആദ്യം വലിയ സർക്കിൾ വരയ്ക്കുക, പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ സർക്കിൾ വരയ്ക്കുക, സെൻറ്റർ മാറാതെ. അതിന് ശേഷമാണ് നിങ്ങളിതൊക്കെ വരയ്ക്കേണ്ടത് കേട്ടോ. ഓക്കെ ദെൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഭാഗം. അപ്പം ഇതിലെടുത്ത ഭാഗമൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.